ഇന്ന് അരി കുതിർത്ത് അരക്കൊന്നും ചെയ്യാതെ എളുപ്പത്തിൽ പുട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കാം. ഇതിലേക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് 1/2 കപ്പ് ചിരിവേ തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 3-4 ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് കുതിർത്തി വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ച് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നെയ്പത്തൽ പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് ഓയിലൊന്നും തടവിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ, ഒരുപാട് തിന്നായി പോവരുത്. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ, എന്നാലാണ് നല്ല പൊങ്ങി വന്നിട്ടുള്ള നെയ്പത്തലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് വേണം ഓരോ പത്തലും ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നാൽ 2 ഭാഗവും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ നിറമാക്കിയാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അതുപോലെ നല്ല ബീഫ് വരട്ടിയതിൻ്റെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ പിന്നെ അരി കുതിർത്ത് അരക്കൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.